നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പേടിയാ. എന്താ അഞ്ജനമോള് പറയുന്നത്? അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതുപോലെ ഞാനും അവൾക്ക് നഷ്ടപ്പെടരുതെന്നാ അവൾ പറഞ്ഞത്. ഞാൻ മരിച്ചുപോയാ അവൾക്ക് വേറെ ആരുമില്ലല്ലോ എന്നുള്ള സങ്കടമാ. അഞ്ജന പറഞ്ഞതിലും കാര്യമുണ്ട്. മറ്റാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ദർശന കൂടെ ഇല്ലെങ്കിൽ അഞ്ജനയ്ക്ക് സഹിക്കാൻ കഴിയില്ല. അഞ്ജനയ്ക്ക് ദർശന ഒരു ചേച്ചി മാത്രമല്ലല്ലോ, ഒരു അമ്മയുടെ സ്നേഹം കൂടി പകർന്നു കൊടുക്കുന്നവളല്ലേ. സാറ് പറഞ്ഞത് ശരിയാ. കുട്ടിക്കാലം മുതല് എന്റെ കൈപിടിച്ച ഇവള് വളർന്നതും നടന്നതും എല്ലാം. എന്നും കിടന്നുറങ്ങുന്നത് പോലും എന്റെ ഒപ്പമായിരുന്നു. അനീതിയായിട്ടല്ല, മോളായിട്ട് തന്നെയാ ഞാൻ ഇവളെ വളർത്തിയത്. ഈ വൃത്തികേട് ആര് ചെയ്താലും അവരെ നമുക്ക് കണ്ടെത്തണം. ആരെങ്കിലും വെറുതെ ഒരു തമാശയ്ക്ക് ചെയ്താണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദർശനയ്ക്ക് എന്ത് തോന്നുന്നു? ശരിയാണ് സർ, ഇതിന്റെ പിന്നിൽ ഒരു തീരുമാനമുണ്ട്. പക്ഷെ അതാരായാലും അവര് വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മരുവത്തൂരിലെ ഒരാൾക്കും ഒരു പോറൽ ഏൽക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല. ആരാണിതിന് പിന്നിലെന്ന് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. തന്നോടില്ലെന്ന് ഞാനല്ലേ പറഞ്ഞത്? വേണ്ട, അതിനെക്കുറിച്ച് തൽക്കാലം ചോദിക്കണ്ട. നിങ്ങൾക്കത് വൈകി കളഞ്ഞിട്ട് പോണം. തൽക്കാലം പണം വന്നിട്ടില്ല. വരുമ്പോ മാത്രമേ നിങ്ങളുടെ കാര്യം നോക്കാൻ പറ്റൂ. എന്താ എന്തു പറ്റി? ഇനി എന്ത് പറ്റാൻ? പണം തന്നെയാണ് പ്രശ്നം. ബാംഗ്ലൂരിൽ എത്തിക്കാന്ന് പറഞ്ഞ പണം ഇതുവരെ എത്തിക്കാൻ പറ്റിയിട്ടില്ല. നീ എന്ത് ആലോചിക്കുന്നേ? ഒരു വഴിയുണ്ട്, പക്ഷെ ഇത്തിരി വളഞ്ഞ വഴിയാ. വളഞ്ഞ വഴി എന്ന് പറയുമ്പോ? മോഷ്ടിക്കണം. മോഷ്ടിക്കാനോ? എന്ത് മോഷ്ടിക്കാൻ? എവിടുന്ന് മോഷ്ടിക്കാൻ? അതിന് ഇത്രയും ലിക്വിഡ് ക്യാഷ് എവിടെ ഇരിക്കുന്നു? ഇത്രയും ലിക്വിഡ് ക്യാഷ് എവിടെയും കാണില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും ഒറ്റയടിക്ക് മോഷ്ടിക്കാനും പറ്റില്ല. പക്ഷെ മറ്റൊന്ന് മോഷ്ടിക്കാം. എന്ത്? സ്വർണം, രത്നങ്ങൾ, ഇതൊക്കെ മോഷ്ടിക്കാം. നീ എന്തീ പറഞ്ഞു വരുന്നത്? ചേച്ചിയുടെ മുറിയിലെ ലോക്കറിൽ ഒരുപാട് ആഭരണങ്ങളുണ്ട്. അതിനകത്ത് കുറച്ച് ഡയമണ്ട്സും ഉണ്ട്. അല്ലാതെ തന്നെ പരമ്പരാഗതമായ ചില രത്നങ്ങളും ഉണ്ട്. ഇത് പാരമ്പര്യമായി ചേച്ചിക്ക് കിട്ടിയ ആഭരണങ്ങളാ ഇതൊക്കെ. അതിന് കോടിക്കണക്കിന് രൂപയുടെ വിലയുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. അതെ, നിങ്ങളെന്താ ഒന്നും പറയാത്തെ? അതൊന്നും എനിക്ക് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ പിന്നെ വേറൊരു വഴിയുണ്ട്. ഇതേപോലുള്ള വല്ല വഴിയാണോ? ഇതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം. പക്ഷേ അതിനും ചേച്ചിയുടെ ലോക്കർ തുറക്കേണ്ടി വരും. അതിനകത്ത് വേറെന്താ ഉള്ളത്? ഈ വീടിന്റെയും നമ്മുടെ വസ്തുവകകളുടെയും ആധാരങ്ങൾ, നമ്മുടെ സ്വത്തുക്കളുടെയും എല്ലാ ആധാരങ്ങൾ ചേച്ചിയുടെ ലോക്കറിലുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം മോഷ്ടിച്ചെടുത്തോണ്ട് പോയി ഏതെങ്കിലും പട്ടിപ്പലിശക്കാരന് കൊടുത്ത് പണം വാങ്ങണം. എന്നിട്ട് കമ്പനി നടിച്ചു മാറ്റാൻ പറ്റുമ്പോ ആ പണം കൊടുത്ത് ഈ പ്രമാണം തിരികെ എടുത്ത് ലോക്കറി വെക്കണം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എന്നെ കൊലക്ക് കൊടുക്കാനുള്ള ഐഡിയ ആണ് നിന്റെ കയ്യിലുള്ളത്. ദയവ് ചെയ്ത് വാ തുറന്ന് ഇതിനെക്കുറിച്ചൊരു അക്ഷരം നീ പറയരുത്. ഇല്ലാത്ത പൊല്ലാപ്പ് കയറ്റി തലയെ വെച്ചേക്കരുത്. മനസ്സിലായോ വല്ലതും? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടത് പണമാ. അതിനു വേണ്ട സാധനങ്ങൾ ഇരിക്കുന്നത് ചേച്ചിയുടെ ലോക്കറിലാ. അതെടുക്കാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞു തന്നത്. ഇനി അത് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിലെനിക്ക് ഒരു റോളും ഇല്ല. തൽക്കാലം നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല.
എന്താ പിന്നെ പിന്നെ ആലോചിക്കുന്നേ? നിന്റെ വാക്കും കേട്ട് ഞാനിതൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്നേ ജയിലിൽ പോകേണ്ടി വന്നേനെ. നിന്റെ ഐഡിയ തൽക്കാലം വേണ്ട. ഞാൻ എൻ്റെ ഐഡിയ കൊണ്ട് തൽക്കാലം കാര്യങ്ങൾ മാനേജ് ചെയ്തോളാം. എന്നെ കൊല്ലാൻ ഒരു ഐഡിയയും കൊണ്ട് വന്നേക്കുന്നവള്. വേണ്ടെങ്കി വേണ്ട. എന്റെ ഐഡിയ ഞാൻ പിൻവലിച്ചു. പക്ഷേ അധികം താമസിയാതെ ഈ ഐഡിയ ചോദിച്ച് പവിയേട്ടൻ വീണ്ടും വരും. അതെനിക്ക് ഉറപ്പാ. ഇത്രയൊക്കെ മുന്നറിയിപ്പ് കിട്ടിയിട്ടും അവക്ക് ഇനിയും കാര്യം മനസ്സിലായില്ലേ ശങ്കർ? അതോ അവൾക്ക് ഭയമില്ലെന്ന് കാണിക്കാനാണോ ഈ ബർത്ത്ഡേ ആഘോഷം? ചരമകോളത്തിൽ അവരുടെ രണ്ടുപേരുടെയും മരണ വാർത്ത വന്നത് കണ്ടിട്ട് ആ വീട്ടിലുള്ളവര് ആകെ ഭയന്നിട്ടുണ്ടാവും. അവരെ സമാധാനിപ്പിച്ച് നിർത്താനുള്ള അവളുടെ ഒരു അടവ് മാത്രം അത്. പക്ഷേ എങ്കിലും നമ്മൾ സൂക്ഷിക്കണം. ആര് വഴിയാ ഈ പരസ്യം പത്രത്തിന് കിട്ടിയെന്ന് പോലീസ് ഇപ്പോഴേ അന്വേഷണം തുടങ്ങി കാണും. അതിന് നമുക്കെന്താ? മരിച്ചുപോയ ഏതോ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മൊബൈൽ നമ്പറിൽ നിന്ന് അയച്ചു കൊടുത്ത 2 ഫോട്ടോകൾ. പോലീസ് എത്ര അന്വേഷിച്ചാലും അതുമായി നമ്മളെ ബന്ധപ്പെടുത്താൻ പോലീസിന് ഒരിക്കലും സാധിക്കില്ല. പക്ഷെ അവള് ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഒരു വെല്ലുവിളി തന്നെയാ. ഇതിനൊരു മറുപടി കൊടുത്തേ പറ്റൂ. എന്ത് വേണോന്ന് പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്യാം. ഒന്നെങ്കിൽ അവൾ, അതല്ലെങ്കിൽ ആ വീട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൊല്ലപ്പെടണം. ദർശന അല്ലെങ്കിൽ പിന്നെ ആ വീട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ടത് അവളുടെ അമ്മായിയമ്മ സുമംഗല. അവരെ കൊല്ലാൻ വളരെ ഈസിയാ. ഇപ്പൊ തന്നെ അവരാകെ ഭയപ്പെട്ടിരിക്കുക. പക്ഷേ എനിക്ക് മറ്റൊരു സംശയം തോന്നുന്നുണ്ട്. അടുത്തതായി എന്ത് നീക്കം നടത്തുന്നതും അതറിഞ്ഞിട്ട് മതിയെന്നാ എൻ്റെ അഭിപ്രായം. എന്താ അത്? യഥാർത്ഥത്തിൽ ദർശന തന്നെയാണോ മിന്നലിനെ കൊന്നതെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയമുണ്ട്. അവൾ അല്ലെങ്കിൽ പിന്നെ പോലീസ് അവളെ അറസ്റ്റ് ചെയ്യോ? അവളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ അവളുടെ അമ്മായിയമ്മ കുറ്റം ഏറ്റെടുത്തത്. ഇപ്പൊ പണം കൊടുത്ത് മറ്റൊരു കുറ്റവാളിയെ ഉണ്ടാക്കി. ഇത് അവള് തന്നെ ചെയ്തതാണെന്ന കാര്യത്തില് എനിക്കൊരു സംശയവും ഇല്ല. അവളോട് ഒരു ദയം പാടില്ല. കൊല്ലണം. ആ വീട്ടിലെ കൂട്ടക്കാർ